ഹായ്, എസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന, ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് ദീർഘകാലം മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ അവർക്ക് ശരിക്കും അതിന് ഇഷ്ടം ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അതെന്തായാലും എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കേണ്ടത്, മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിക്കേണ്ട സമയം എപ്പോഴാണ്, നിങ്ങളെപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറെ നഷ്ടപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും എന്ന് പറയുന്നില്ല, ഒട്ടുമിക്ക കാര്യങ്ങളും അവരുടെ ബിഹേവിയറിൽ നിന്ന് കാണുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആക്കാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒട്ടുമിക്കതും സംഭവിക്കുന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആവുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നിങ്ങളായിട്ട് തന്നെ ഇറങ്ങി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഇതിൽ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്കായിട്ട് ഒരു എഫേർട്ടും അവരെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കഷ്ടപ്പാടും അവർ ചെയ്യുന്നില്ല. കഷ്ടപ്പാടെന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാനാണെങ്കിലും മെസ്സേജ് ആണെങ്കിലും ഒന്ന് കാണാൻ വരികയാണെന്നുണ്ടെങ്കിലും എപ്പോഴും അവർ വരട്ടെ, അവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ശരിയാവില്ല. ഇപ്പോൾ അവരെപ്പോഴും നമ്മൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളാണ് എപ്പോഴും കോൾ ചെയ്യുന്നത്, മെസ്സേജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രസം ഉണ്ടാവില്ലല്ലോ. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞ രീതിയിൽ, അതായത് നിങ്ങൾ എപ്പോഴും വിളിക്കട്ടെ, നിങ്ങൾ മെസ്സേജ് അയക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അവരെ കാണാൻ വരട്ടെ, നിങ്ങൾ എഫേർട്ട് എടുക്കട്ടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുകയാണ്. അവർ നിങ്ങൾക്കായിട്ട് ഒരു എഫേർട്ട് എടുക്കുന്നില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ടും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു പ്ലാനിങ്സും ഇല്ല, എപ്പോൾ കാണണം, എങ്ങനെ കാണണം, ഇങ്ങനെയൊന്നും ഒരു പ്ലാനിങ്സും ഇല്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പൊ ഇതൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആകാൻ പറ്റിയിട്ടുള്ള ഒരു സമയമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആവാനായി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാമല്ലോ, ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു സ്വഭാവം അവരിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആവാൻ സമയമായി എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരുടെ ഒരു സ്പെഷ്യൽ പേഴ്സൺ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്. അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, ഞാൻ അവരുടെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ഒന്നും അല്ല, അങ്ങനെ എന്നോട് പെരുമാറുന്നില്ല. ആ രീതിയിലാണ് നിങ്ങൾക്ക് ചിന്തകൾ വരുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെ വരാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കല്ലോ. അതായത് അവർ ചെയ്ത് തരാതിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും കിട്ടുന്നുണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നുണ്ടാവില്ല, വാല്യൂ തരുന്നുണ്ടാവില്ല, അവരുടെ കാര്യങ്ങളെക്കുറിച്ച്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളോട് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിക്കുകയോ ഒന്നും ചെയ്യണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ അവർക്ക് ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് എന്നുള്ളതായിരിക്കും. നേരെ മറിച്ച് ഇങ്ങനെയൊന്നും പെരുമാറുന്നില്ല, എല്ലാത്തിനും അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് എന്തായാലും തോന്നുക, നമ്മൾ ഒരിക്കലും അവരുടെ ഒരു സ്പെഷ്യൽ പേഴ്സൺ അല്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളല്ല നമ്മൾ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ പെരുമാറുന്നത്. നിങ്ങൾക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യാണ്, ഞാൻ അവർക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളൊന്നും അല്ല എന്നുള്ള ഒരു കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്കപ്പിന് സമയമായി എന്നുള്ളതിന്റെ മറ്റൊരു സൂചനയായിട്ട് എടുക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അവർക്ക് കുറേ ടൈമുണ്ട്, ആ ടൈം ഫുൾ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ അവരുടെ എൻജോയ്മെന്റ്സുമായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ എല്ലാ കാര്യത്തിനും അവർക്ക് സമയമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ ഒന്നിനും അവർക്ക് യാതൊരു സമയവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഒരു രീതിയിലാണ് അവർ പെരുമാറുന്നത് എന്നുള്ളത് നോക്കുക. നിങ്ങൾ വിളിക്കുമ്പോൾ പറയണ്ടാവും, അല്ല എനിക്ക് കുറേ തിരക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെയാണ്, എനിക്കിപ്പോൾ കോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ചെറിയ തിരക്കിലാണെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ നോക്കുമ്പോൾ അവരുടെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കാണാൻ പറ്റും, ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോയിട്ട് ഫോട്ടോ എടുത്തൊക്കെ ആയിട്ടുള്ള കുറേ ഫോട്ടോസ് കാണാൻ പറ്റും. അപ്പം നമ്മൾ വിചാരിക്കേണ്ടാവും, എന്നോട് അത്രയും തിരക്കാണെന്ന് പറഞ്ഞിട്ടുള്ള, അത്രയും സമയമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്, പക്ഷെ ഇപ്പം അതാ ഫോട്ടോ ഒക്കെ ഇട്ട് നിൽക്കണം എന്നുള്ളത്. അതായത് ഭയങ്കര കൂളായി ഭയങ്കര ഹാപ്പിയായി അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അവർ പോകുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിലും അത് മറ്റൊരു സൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, എപ്പോഴും പരാതികളും പരിഭവങ്ങളും മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സമാധാനം എന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരെപ്പോഴും പറയണ്ടാവുക എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ്സ് ആയിരിക്കും. നമ്മൾ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ അവരെ നോക്കൂ, ഇവരെ നോക്കൂ, അവരെങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് നോക്ക്, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പരാതികളായിരിക്കും നമ്മളെക്കുറിച്ച് കേൾക്കേണ്ടി വരുന്നുണ്ടാവുക. അതേപോലെ പരിഭവങ്ങൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങളിൽ പോരായ്മകൾ പറഞ്ഞുകൊണ്ട് പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാണ്.
അപ്പോൾ ഇത്തരത്തിൽ നമ്മളിങ്ങനെ മാനസികമായിട്ട് തളർത്തുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് എടുക്കാം. അതായത് നിങ്ങൾക്ക് തീരെ സമാധാനം കിട്ടുന്നില്ല, എപ്പോഴും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വഴക്കാണ്, എന്തേലും പറഞ്ഞ് എപ്പോഴും നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബ്രേക്കപ്പിനുള്ള സമയമായി എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സമയമായി, അല്ലെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് യാതൊരു വ്യക്തതയും ഇല്ലാതെ ഉത്കണ്ഠാകുലരാവുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറയും എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ആ രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ അവരങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാണ്, സത്യത്തിൽ എന്താണ് ഇവിടെ, എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ടോ, അതിനുവേണ്ടി പ്രവർത്തിക്കുമോ, എങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് തന്നെ വരും എന്നുള്ളതാണ്. യാതൊരു രീതിയിലും ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല ആ ഭാവിയെക്കുറിച്ച്. അതായത് ഭാവിയിൽ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഭാവിയെക്കുറിച്ച് ഒരു സംഭാഷണം, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, മാരേജിനെ കുറിച്ച്, ആഫ്റ്റർ മാരേജിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവർ സംസാരിക്കുന്നില്ല, ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് എടുക്കാം, ബ്രേക്കപ്പിന് സമയമായി എന്നുള്ളതിൻ്റെ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളായിട്ട് തന്നെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. കാരണം ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ പുറകെ നിങ്ങൾ പോവുക, അവർ വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്ത് നിൽക്കുന്ന പോലെയാണ്. അവർക്ക് നിങ്ങളുടെ ആവശ്യമില്ല, ഈ റിലേഷൻഷിപ്പിന്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്കാണ് ആവശ്യമുള്ളത് ആ ബന്ധം നിങ്ങളുടെ കൂടെ വേണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പം എന്തൊക്കെ ചെയ്തിട്ടും കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ പുറകെ തന്നെ വരുന്ന പറഞ്ഞിട്ടാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. അപ്പം അതൊന്നും മാറ്റി പിടിക്കുക, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ ഇഷ്ടമല്ലാത്ത, നമ്മളെ വേണ്ടാത്ത ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കരുത്, നമ്മൾ അവരുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്കൊരു ലൈഫുണ്ട്, നമുക്ക് അതിൽ വാല്യൂ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വാല്യൂ കളഞ്ഞിട്ട് നമ്മൾ ഒരാളുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില ആളുകളുടെ മനസ്സിലെങ്കിലും ഇതിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് ബ്രേക്കപ്പ് ആവണം, അല്ലെങ്കിൽ അവരില്ലാതെ ഇനി മുന്നോട്ട് പോകണം എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ്, നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരണം. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടാവാം. ആ ഒരു ആഗ്രഹം ശരിക്കും നടക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പേഴ്സണൽ ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ റിലേഷൻഷിപ്പ് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്